എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മീൻ തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് മീൻ തലക്കറി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഏത് മീൻ വെച്ചിട്ടും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്ന മീനൊന്നും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഇന്ന് മീൻ തലക്കറി വെക്കുന്നത് സാൽമൺ എന്ന് പറഞ്ഞ മീനിൻ്റെ തല വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മീൻ വെച്ചിട്ട് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൂവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമ്മൾ നല്ല ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ്, ഒരു കുടം വെളുത്തുള്ളി, 4 പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. ഇനി ഇതോടൊപ്പം തന്നെ കുടംപുളി വേണം. നമ്മളിവിടെ 3 കഷ്ണം കുടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടൈപ്പ് കുടംപുളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻകറിയുടെ ടേസ്റ്റ് കൂടും. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു 24 ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളൊരു കണക്കിന് 10 ഉലുവ എന്നൊക്കെ പറയും, പക്ഷേ ഞാനത് കറക്റ്റായിട്ട് എണ്ണി 24 ഉലുവയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ നീളത്തിൽ അരിയുന്നതിന് പകരം നിങ്ങൾക്ക് ചതച്ചും ഇടാവുന്നതാണ്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ അടുപ്പ് ഇൻഡക്ഷൻ അടുപ്പാണ്, അതുകൊണ്ട് ഇതിൽ ചട്ടി വർക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ ഇത് വഴറ്റി കാണിക്കാത്തത്. നിങ്ങളിനി ചട്ടിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ തന്നെ ഇത് വഴറ്റിയതിന് ശേഷം കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതോടൊപ്പം തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി. നല്ല മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ല. നമ്മളിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ മീനിൻ്റെ തലയുടെ വലുപ്പം അനുസരിച്ചിട്ട് അത് കൂട്ടോ കുറയ്ക്കുക ചെയ്യാം. ഇതിലേക്ക് വെറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. ഇപ്പം നമ്മുടെ മുളകും മല്ലിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ പുളി കുതിർത്ത വെള്ളം കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, ഒരുപാട് വേണ്ട. 2-2.5 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. അത് നിങ്ങളുടെ ചാറിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ ചട്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ മീൻചാറ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം. മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സ്റ്റീലോ അല്ലാന്നുണ്ടെങ്കിൽ മൺചട്ടി ഒക്കെ എടുക്കുന്നതാണ് നല്ലത്. നോൺ സ്റ്റിക്കും അതുപോലെ തന്നെ അലുമിനിയം പാത്രവും കഴിവതും എടുക്കാതിരിക്കുക. അതിൽ പുളിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പാത്രത്തിൽ കുത്തു വീഴും, പിന്നെ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും സ്റ്റീൽ പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ മൺചട്ടിയോ ആണ് എപ്പോഴും നല്ലത്. നന്നായിട്ട് തള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ തല ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ തല മുഴുവനെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തല ചെറിയ ചെറിയ പീസുകളാക്കിയും ചേർക്കാവുന്നതാണ്. തല മുഴുവനായിട്ട് ഇതിൽ മുങ്ങിക്കിടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം വലിയ തലയാണെന്നുണ്ടെങ്കിൽ അത്രയും ചാറ് വറ്റി വരാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാറ് ഈ മീനിൻ്റെ തലയിൽ ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം അടച്ച് ചെറുതീയിലിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമ്മളിവിടെ കുറച്ച് മീൻചാറൊക്കെ മീനിൻ്റെ തലയിലേക്ക് ഒഴിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ചു വെക്കുന്നതിന് മുന്നേ നമ്മൾ കറി വേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് കുടംപുളിയും നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ഒന്ന് കൈവച്ചിട്ടൊന്ന് പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. പുളി ആവശ്യാനുസരണം ചേർത്താൽ മതി. ഒരുപാട് പുളിയുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇത് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻകറി എന്തായാലും നോക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. മീനിൻ്റെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഈ മീനാണെങ്കിൽ പെട്ടെന്ന് വേവുന്നൊരു മീനാണ്. അപ്പോൾ മീനിൻ്റെ വേവ് അനുസരിച്ചിട്ട് ആ സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മീൻ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ വളരെ സൂക്ഷിക്കുക. 2 തവി വെച്ചിട്ട് തിരിക്കാം. കുറച്ച് വെയിറ്റുള്ള മീനാണെന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ട് തിരിക്കാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ
മീൻ തല ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ്. മുകളിലായിട്ട് വീണ്ടും ഇതിൻ്റെ ചാറ് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതിയിലിട്ട് മറ്റേ സൈഡും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ മീൻ കറി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അടുത്ത ദിവസം എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിലേക്ക് നന്നായിട്ടൊന്നുകൂടെ ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ച് അടുത്ത സൈഡും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു നുള്ള് കായമാണ്. കായം ഒരുപാട് കൂടരുത്, വളരെ കുറച്ച് മാത്രം ചേർക്കുക. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവ നമ്മൾ ഓൾറെഡി ഇട്ടതാണ് എങ്കിൽ കൂടി അവസാനം നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവാപ്പൊടി ഇപ്പോൾ കുറച്ച് ചേർക്കുന്നത്. അതുപോലെ കഴിഞ്ഞ നമ്മളൊരു മീൻകറി വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻകറിയിൽ ആരെങ്കിലും കായം ചേർക്കുമോ, ഇതെന്താണ് സാമ്പാറാണോ, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ്സ് കിട്ടിയിരുന്നു. അപ്പോൾ നിങ്ങൾ കായം ഒരു തവണയെങ്കിലും ഒന്ന് ചേർത്ത് നോക്കുക, അപ്പോൾ അറിയാം അതിൻ്റെ ഒരു ഡിഫറൻസ്. ഒരു നുള്ള് മാത്രം ചേർക്കുക. സാമ്പാറിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കായം ചേർക്കും, അതുപോലെയല്ല നമ്മളിതിൽ ചേർക്കുന്നത്, ഒരു നുള്ള് മാത്രം മതി. അപ്പോൾ കായവും ഉലുവയും എല്ലാം ചേർത്തിട്ട് ഇപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം തന്നെ തലയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചാറ് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ളൊരു മീൻ തലക്കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്